പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നീക്കം. ഇതിനായി നിയമോപദേശം തേടും. തമിഴ്നാട് മാതൃക സ്വീകരിച്ചാണ് കോടതിയെ സമീപിക്കുക. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, SIR-നെതിരെ തമിഴ്നാടും അതുപോലെ തന്നെ ബംഗാളും കോടതിയെ സമീപിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ നിയമ നടപടിക്കാണോ കേരളവും ഒരുങ്ങുന്നത്? ദിവ്യ, ഇന്ന് 5 മണിയോടുകൂടി ഓൺലൈനായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ BJP പ്രതിനിധി ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കോടതിയെ സമീപിക്കണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയാണ്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിനായി നിയമോപദേശം തേടിയ ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ കക്ഷി ചേരാൻ തയ്യാറാണ് എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ SIR-നെ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് ആണ് നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തമിഴ്നാടും ബംഗാളും ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാനവും അതേ പാതയിൽ തന്നെ നിലവിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തീവ്ര വോട്ടർ പട്ടിക നടപ്പിലാക്കരുത് എന്നുള്ള പൊതുവികാരവും യോഗത്തിലുണ്ടായി. വളരെ കുറച്ച് സമയം മാത്രമുള്ള ഘട്ടത്തിൽ തിരക്ക് പിടിച്ചിങ്ങനെ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം എന്തിനു എന്ന ചോദ്യമാണ് സർവകക്ഷി യോഗത്തിൽ ഉയർന്നത്. ഒപ്പം തന്നെ നേരത്തെ എടുത്ത നിലപാട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എടുത്തു. 2024 അവസാനം വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയതാണ്.